ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ വിമാനമാണ് നിങ്ങൾ കാണിക്കാൻ പോണത്. ഒന്ന് സൂപ്പർ ഗപ്പി, പ്രഗ്നന്റ് ഗപ്പി, പിന്നെ സ്മോൾ ഗപ്പി. ഇത് ശരിക്കും അമേരിക്കയുടെ ഗ്രൂമൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണ്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണല്ലോ അമേരിക്ക കൊണ്ടുവന്ന് വെച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിമാനങ്ങളുടെ ശവപ്പറമ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുക. രണ്ടാം ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധത്തിലൊക്കെ പെർഫോം ചെയ്ത യുദ്ധവിമാനങ്ങളും പാസഞ്ചർ വിമാനങ്ങളും ആ കാലത്തെ ഭീകര സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ശവപ്പറമ്പുണ്ട്. ആ ശവപ്പറമ്പിലത്തെ വെറൈറ്റി ഫ്ലൈറ്റുകൾ കാണാൻ പോവാം. നമ്മൾ ഇതുവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാത്ത ഒരു വെറൈറ്റി കാഴ്ചകളാണ് എത്തിക്കാൻ പോണത്. ഇന്നത്തെ ഒരു ശവപ്പറമ്പ്, ഫ്ലൈറ്റുകളുടെ ശവപ്പറമ്പ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ആ മ്യൂസിയത്തിലേക്ക് കിടക്കാം. ഇത് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു മ്യൂസിയം ഒന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. ഇതൊരു വലിയൊരു സംഭവം അല്ലേ ലോകേട്ടാ? അതെ, 80 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു എയർ ആൻഡ് സ്പേസ് മ്യൂസിയമാണിത്. ഓക്കെ, ട്യൂസോണിലാണിത്. ട്യൂസോൺ എന്ന് പറഞ്ഞ ട്യൂസോൺ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇതിന്റെ ഹാങ്ങർ ഏരിയയിലോട്ട് നമ്മൾ കയറുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ വിമാനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത്, പല ടൈപ്പിലുള്ള വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് അകത്ത് കയറാനുള്ള റേറ്റ് നമ്മളിവിടെ കാണുന്നത്. അകത്ത് കയറി വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട്. പ്ലീസ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണ് എഴുതി കാണിച്ചിട്ടുണ്ട് ചെല്ലുമ്പോൾ വരുമ്പോൾ തന്നെ. താങ്ക് യു. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാട്ടാ ആ ഒരു മായാലോകത്തേക്ക്, ആ ഒരു പവർഫുൾ പ്ലേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ നിങ്ങളെ കാണിക്കാൻ പോണത് ലോകത്തിലെ ഏറ്റവും ചെറിയ വിമാനമാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ഈ ഒരു മ്യൂസിയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ശവപ്പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വലുത് കാണിക്കുന്നതിന് മുമ്പ് ചെറുത്, ലോകത്തിലെ ഏറ്റവും ചെറിയ വിമാനം നമ്മൾ തൊട്ട് മുമ്പിൽ ഇങ്ങനെ തൊടണം. ചിന്തിക്കാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും ചെറിയ വിമാനം, ഇതിന്റെ പേര് ബംബിൾ ബി എന്നാണ്. ബംബിൾ ബി 1984 ജനുവരി മാസമാണ് ഇത് ആദ്യമായിട്ട് പറന്നത്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്ലൈബിൾ ആയിട്ടുള്ള വിമാനമാണ് നമ്മുടെ മുന്നിൽ ബംബിൾ ബി അല്ലേ? ബംബിൾ ബി. ഇതിന്റെ ഹെഡാണ്, തല മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അവിടാണ് പൈലറ്റ് ഇരിക്കുന്നത്. പൈലറ്റ് ഇരിക്കാനുള്ള തല മാത്രമാണ് അവിടെ വെക്കുന്നത് അല്ലേ? എഞ്ചിൻ ഭാഗം ഇത് ഒരു ബി ഇവിടെ ഉണ്ട്. ഇതിലുള്ള എഞ്ചിൻ വെച്ചിരിക്കുന്നത് പ്രൊപ്പലർ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്ത് 9, ഹൈറ്റ് 4 ഫീറ്റ് ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്തെങ്കിലും വേറെ പുതിയ അറിവുകളുണ്ടെങ്കിൽ നമുക്ക് പകർന്നോളൂ. എന്തായാലും ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്ലൈറ്റ് കണ്ടുകൊണ്ടാവട്ടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതിന് ചുറ്റും അവിടെ ഇവിടെയും ഒരുപാട് ഫ്ലൈറ്റുകൾ ഞാനും മറഞ്ഞും തിരിഞ്ഞും ഒക്കെ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി സാധനമാണ് ലൂക്കേട്ടാൻ. ഇതാണ് സാൻഡപ്പ B-52 ബോംബറിന്റെ പുറകിൽ വരുന്ന ഗണ്ണർ യൂണിറ്റ് എന്ന് പറയും. B-52 മറ്റേ വലിയ ഫ്ലൈറ്റിന്റെ ബാക്കിൽ വരണതല്ലേ? അതെ. ഇതെന്തിനാ ഇതിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിമാനം ബോംബിടാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ശത്രു വിമാനങ്ങൾ ഇതിന്റെ പുറകെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വെടി വെച്ചിടുക എന്നുള്ളതാണ്. ഈ വിമാനത്തിന്റെ ഏറ്റവും ടൈലൻഡിലും അതേട്ടാ. ഇതിന്റെ ഉള്ളിൽ ആൾ കയറിയിരിക്കുന്നുള്ളൂ. ഇതിനകത്ത് ആൾ കയറിയിരിക്കും. അദ്ദേഹം ഒരു മെഷീൻ ഗൺ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഒരു വിമാനം വരികയാണെന്നുണ്ടെങ്കിൽ ആ മെഷീൻ ഗൺ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആ വിമാനം വെടിവെച്ചിടുക എന്നുള്ളതാണ് ഈ യൂണിറ്റിന്റെ പരിപാടി. അപ്പൊ ഇത് ഡിറ്റാച്ചബിൾ സാധനമാണ്. പിന്നെ ബോംബറിന്റെ പുറകിൽ ഇത് ഫിറ്റ് ചെയ്ത് ആണ് വിടുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്നാണല്ലോ വെടിയുണ്ടകൾ പോലെ. അതെ, ഇതാണ് തോക്കിന്റെ ബാരലാണ്. അപ്പൊ നമ്മുടെ ഈ ഫ്ലൈറ്റിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ ഏറ്റവും ബാക്കിലാണ് ഈ സാധനം കൊണ്ടു വെക്കുക. വേറെ ഫ്ലൈറ്റുകൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ അല്ലക്കണില്ല. എല്ലാ വിമാനങ്ങൾക്കും ഓരോ സ്പെഷ്യൽ സ്വഭാവം ഉണ്ടെന്ന് നോക്കിയാൽ എഞ്ചിനും സിലിണ്ടറൊക്കെ നമുക്ക് ഇവിടെ തന്നെ മുമ്പിൽ തന്നെ കാണാം. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ മറ്റേ കാടിൻ്റെ ഉള്ള കറക്കില്ലേ, അങ്ങനത്തെ സാധനം നമ്മൾ കാണാൻ നോക്കിയാൽ. ടയറൊക്കെ നോക്കിയാൽ ഹെലികോപ്റ്റേഴ്സും യുദ്ധവിമാനങ്ങളും. ഇത് നോക്കിയാൽ ബ്രിട്ടീഷ് എയറോസ്പേസ്
ഓരോ വെറൈറ്റി സാധനങ്ങളുണ്ട് അതിന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച എന്നാലും പറ്റില്ല. മറ്റേ ചരിത്രങ്ങളുണ്ടാവും ഓരോ ഫ്ലൈറ്റിന്. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണം. ഉള്ളത് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. ഇത് കണ്ട, ഇതൊരു ഫ്ലൈറ്റ് ആണ്. ഇതിന്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ജെയിംസ് ബോണ്ട് മൂവി ഓക്ടോപ്പസി എന്ന് പറയുന്ന ഒരു ജെയിംസ് ബോണ്ട് മൂവിക്കകത്ത് ജെയിംസ് ബോണ്ട് പറപ്പിച്ച ഒരു മൈക്രോലൈറ്റ് പ്ലെയിൻ ആണ് ഈ കാണുന്നത്. പുള്ളിക്കാരൻ ശരിക്കും ഒറിജിനൽ ഫ്ലൈറ്റ്, പുള്ളിക്കാരൻ പറപ്പിച്ച ഫ്ലൈറ്റ്. ചെന്റെ പൊന്നോ, ഫ്ലൈറ്റുകൾ ഓരോ രൂപങ്ങളാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ വെറൈറ്റി രൂപങ്ങളാണ് ഫ്ലൈറ്റുകൾ നമ്മൾ കണ്ടിട്ട് ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത പലതരം രൂപങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാം കേട്ടോ. മുകളിലൊക്കെ നിൽക്കണൊക്കെ ഗ്ലൈഡർ ഉള്ളത്. ഇത് ഗ്ലൈഡർ ഗ്ലൈഡറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റുകളും ഹെലികോപ്റ്റേഴ്സും. ഇതിൻ്റെ ഹെലികോപ്റ്റർ നോക്കിയത് കണ്ട, ഇതൊരു വേറെ പുതിയ ഷേപ്പിലാട്ടാ. പഴയ ഷേപ്പിന് പുതിയ കാഴ്ചയാണ് നമുക്ക് മാത്രം കേട്ടോ. ഫുള്ള് അടിയിലേക്ക് വ്യൂ ഒക്കെ ആയിട്ട് നോക്കിയാൽ. അതെ, ഇത് നേവിയുടെ ഡബിൾ റോട്ടർ പിന്നെ ഹെലികോപ്റ്റർ ആയിരുന്നു. ഡബിൾ റോട്ടർ വെറൈറ്റി ഹെലികോപ്റ്റേഴ്സ് നമ്മൾ കാണണ്ട. ഇത് UK, ഇത് മറ്റേ ബ്രിട്ടീഷുകാരെന്നാണല്ലേ? അതെ, ഇത് ബ്രിട്ടീഷുകാര് പിന്നെ ഫീൽഡില് യുദ്ധത്തില് ഇഞ്ചേർഡ് ആയിട്ടുള്ള പട്ടാളക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആംബുലൻസ് ഹെലികോപ്റ്ററാണ്. ആംബുലൻസ് ഇതൊക്കെ അങ്ങനെ അതേപോലെ അങ്ങനെ സൂക്ഷിക്കുന്നില്ല ഒന്ന് ആലോചിക്കുമ്പോഴല്ലേ. ഇത്രയും വർഷങ്ങൾ, ഇത്ര 50, 60, 70, 80 വർഷങ്ങൾ, 80 ഇല്ല കേട്ടോ, 70 വർഷത്തിൻ്റെ ഒക്കെ കഥ പറയാനുണ്ടാവട്ടെ ഈ ഹെലികോപ്റ്ററിന്. നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലൈറ്റൊക്കെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോണത് ഏറ്റവും ചെറിയ ഹെലികോപ്റ്റർ. ചിന്തിക്കാൻ പറ്റുമോ നോക്കിയാൽ? ഏറ്റവും ചെറിയ ഹെലികോപ്റ്റർ ആണ് ഈ സൈഡിലിരിക്കുന്നത്. ഞങ്ങൾ അറിയേണ്ടതാണ്, തൊട്ടപ്പുറത്തെ ഗൈഡ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടായി മനസ്സിലാക്കിയത് ഇവിടെ സാധനം ഇരിക്കണം എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ ഹെലികോപ്റ്റർ നമ്മൾ കാണുന്നത് 1957 ഡെവലപ്പ് ചെയ്ത പ്രോട്ടോടൈപ്പ് ഹെലികോപ്റ്ററാണിത്. ഏറ്റവും ചെറിയ ഹെലികോപ്റ്റർ മാത്രമല്ല, ഇത് സിംഗിൾ സീറ്റർ മാത്രം ആയ ഒരു ഹെലികോപ്റ്ററാണ്. അത് പോരാഞ്ഞിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് സമയത്ത് മാത്രമേ ഇത് പറപ്പിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇത് പറപ്പിച്ചിട്ടേ ഇല്ല. ഒരു തവണ പറപ്പിച്ചിട്ടുള്ളൂ അല്ലേ? അതെ. അടുത്തത് ഇത് ബ്ലൂ ഏഞ്ചൽസ് എന്ന് പറയും. ബ്ലൂ ഏഞ്ചൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം പൈലറ്റ്സ് ആണ്. ഇവരുടെ മെയിൻ കലാപരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് സർക്കസ് കാണിക്കുക. ഓക്കെ, സർക്കസ് പരിപാടി നമ്മളിവിടെ കാണണ്ട. ബ്ലൂ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സർക്കസ് വിമാനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എയർ ഷോയ്ക്ക് കണ്ടിരുന്ന ഒരുപാട് സർക്കസ് കാണിക്കുന്ന ഒരുപാട് ഫ്ലൈറ്റുകൾ. അതിലൊരു ഫ്ലൈറ്റ് ഉണ്ട് നമ്മുടെ US നേവിയുടെ സർക്കസ് ഫ്ലൈറ്റ്, ദി ബ്ലൂ ഏഞ്ചൽസ് കേട്ടോ. ഹെലികോപ്റ്ററിലൊക്കെ മുകളിൽ, ഹെലികോപ്റ്റർ ചെറിയ ഫ്ലൈറ്റ് ഒക്കെ മുകളിൽ ഞാത്തിയിട്ടിരിക്കുന്നത്. ഇത് നേവിയുടെ ഒരു പ്ലെയിൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ ഈ പ്ലെയിനിന് ലാൻഡ് ചെയ്യാനും പറ്റും, ടേക്ക് ഓഫ് ചെയ്യാനും പറ്റും. എയർക്രാഫ്റ്റ് കാരിയർ ഇത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്പേസ് വേണ്ടിയാണ് ഈ വിങ്സ് ഇങ്ങനെ മടക്കി വെക്കാവുന്ന ടൈപ്പിലുള്ള എയർക്രാഫ്റ്റ് ആണ്. ഇതൊക്കെ പണ്ട് കാലത്ത് 1950, 40, 60 കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോയിങ് വിമാനങ്ങളിലെ ചിറക് മടക്കുന്നത് വരെ ഇപ്പം ഇറങ്ങിയിട്ടാ. നമ്മൾ ഇതിൻ്റെ അകത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടു. ഇനിയാണ് നമ്മൾ പറഞ്ഞ റിയൽ ശവപ്പറമ്പ് കാണാൻ പോണ ഫ്ലൈറ്റുകളിലെ. നമ്മൾ ശവപ്പറമ്പ് എന്ന് പറയണതേ പണ്ട് കാലത്തെ സ്റ്റാർ വിമാനങ്ങളിലെ എന്താ പറയുക വിശ്രമ കേന്ദ്രമാണ്. അപ്പോൾ ഇതിനെ ശവപ്പറമ്പ് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റില്ല. എമ്മാതിരി ഫ്ലൈറ്റുകളൊക്കെ എടുക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഇത് കണ്ട ഫ്ലൈറ്റുകൾ ഇങ്ങനെയൊക്കെ എടുക്കുക. യുദ്ധവിമാനങ്ങൾ, പണ്ടത്തെ യാത്രാ വിമാനങ്ങൾ അടക്കത്തിനുള്ളുണ്ട് കേട്ടോ. US എയർഫോഴ്സ്, UK എയർഫോഴ്സ്. ഒരു 80 ഏക്കറിൽ ഫുൾ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരന്ന് കെടുക്കുക. ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോണേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിനും 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള വിയറ്റ്നാം യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച വെറൈറ്റി അല്ലെങ്കിൽ ഇവരുടെ തീപ്പൊരി സാധനങ്ങൾ നമ്മൾ കാണാൻ പോണത്. ഇവരുടെ ശവക്കുടീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലാസ്റ്റ് സമയത്ത് വിശ്രമിക്കാന്ന് പറയില്ലേ, ആ സംഭവമാണ് നമ്മൾ ഇനി കാണാൻ പോണേട്ടാ. വേറൊരു വേൾഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യണത്. അതുപോലെ ഈ കാണുന്ന 4 വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന സൂപ്പർസോണിക് ഫ്ലൈറ്റുകളാണ്. ആദ്യത്തെ സൂപ്പർസോണിക് ഫ്ലൈറ്റുകളാണ് ഈ കാണുന്ന 4 വിമാനങ്ങൾ. ഇതിൻ്റെയൊക്കെ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞാൽ ഏതല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ സംഭവം അടിയിൽ കമന്റ് ചെയ്തോളൂ. ഈ 4 കണ്ടില്ലേ? 4 ഇതിൻ്റെയൊക്കെ ഏറ്റവും ഫ്രണ്ട് സൈഡ് കണ്ടോ നിങ്ങൾ? ഒരു ആന അടിച്ചു വെച്ച പോലെ. ഇത് കണ്ട, ഒരു ആന അടിച്ചു വെച്ച പോലെ. ഇതിൽ നിന്ന് ആ സ്പീഡ് സെറ്റായിട്ട് വരണേട്ടാ. സൂപ്പർസോണിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ മൂഡില്ലേ? ഇപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ
എന്തോരം ഫ്ലൈറ്റുകളാണ് അല്ലേ. അതിന്റെയൊക്കെ ഷേപ്പ് കണ്ടില്ലേ ഷേപ്പുകളല്ലേ. ആ പിന്നെ അതുകൊണ്ട് ഇതുണ്ടല്ലോ നമ്മുടെ നേരെ കാണുന്നത്, ഇതാണ് അമേരിക്കയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ അലുമിനിയം ഫ്രെയിമും കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെങ്കിൽ അത് പ്രോട്ടോടൈപ്പ് ആണ്. ഒറ്റ പ്രാവശ്യമേ അവർ ഉപയോഗിച്ചുള്ളൂ, ഒറ്റ തവണ. അത് കഴിഞ്ഞ് പിന്നെ അത് പ്രൊഡക്ഷനിലോട്ട് പോയില്ല. കാരണം അലൂമിനിയം റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇവർക്കൊരു പേടിയുണ്ടായിരുന്നു ഈ സ്റ്റീൽ അങ്ങനെയുള്ളതൊക്കെ മെറ്റീരിയൽസ് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവരിത് അലൂമിനിയത്തിലോട്ട് മാറിയത്. പക്ഷെങ്കിൽ അവർക്ക് ആ പ്രശ്നം ഇല്ലാഞ്ഞുകൊണ്ട് ഈ അലൂമിനിയം ഫ്രെയിം ഉള്ള പ്ലെയിന് പിന്നെ അവർ പ്രൊഡക്ഷൻ ചെയ്തില്ല. ഇനി ഈ കാണുന്ന ഫ്ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ അമേരിക്കയിൽ സ്ഥിരം കാണുന്ന ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ഇത് പ്രൈവറ്റ് പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളാണ്. ഇതിൽ നല്ലൊരു പങ്കും കിറ്റ് മേടിച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകളാണ്. കിറ്റുകൾ അതായത് നമുക്ക് കിറ്റ് മേടിച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. പിന്നെ ഇവിടെ കിടക്കുന്ന ഓരോ ഫ്ലൈറ്റിനും ഓരോ കഥകൾ പറയാണ്ട്. എല്ലാ ഫ്ലൈറ്റിന്റെ കഥകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. നമ്മൾ വലിയ വലിയ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഷേപ്പുകളും സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണാമെന്നൊക്കെ പറയില്ലേ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ നോക്കി നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമൻറ്റ് ചെയ്തോ. ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം കേട്ടോ. ട്രാൻസ്വേൾഡ് എയർലൈൻ ഈ കാണുന്നത് ട്രാൻസ്വേൾഡ് എയർലൈൻസ് 50-60 കാലഘട്ടങ്ങളിൽ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എയർലൈൻസ് ആണിത്. ട്രാൻസ്വേൾഡ് ഇപ്പൊ അത് ഇല്ല. പാസഞ്ചർ എയർലൈൻ ആണ് ഈ കാണുന്നത്. ഇതിൽ ബാക്കിലത്തെ ടെയിലൊക്കെ ഉണ്ടോ, ഭയങ്കര പ്രത്യേകതകളുള്ള സംഭവങ്ങളൊക്കെ കേട്ടാ. ഒരു നൊസ്റ്റാൾജിയ മണക്കുന്നുള്ളത്. ഇതിൽ എത്രയോ ആൾക്കാർ 50 കാലഘട്ടങ്ങളിലൊക്കെ യാത്ര ചെയ്യുമെന്ന് പറയുമ്പോഴല്ലേ. അതെ, അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ സർവീസ് ഉണ്ടായിരുന്നതാണ്. യൂറോപ്പിലേക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതെ അതെ. ട്രാൻസ്വേൾഡ് സ്റ്റാർ ഓഫ് സ്വിറ്റ്സർലാൻഡ്. ആ കിടക്കുന്ന കണ്ടോ, ആ കിടക്കുന്നതാണ് ഡ്രീം ലൈനർ. ആദ്യത്തെ പ്രൊഡക്ഷൻ ഡ്രീം ലൈനറാണ് ആ കിടക്കുന്നത്. അത് പക്ഷേ പാസഞ്ചേഴ്സിനെ ആരും കൊണ്ടുപോയിട്ടില്ല. അത് ടെസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു, അതായത് ഈ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് പോകുന്നതിന് മുമ്പേ അവർ ടെസ്റ്റ് ചെയ്യുകയാണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയുണ്ട്, ഇതെങ്ങനെ പറക്കും, ഏതൊക്കെ രീതിയിൽ ഇതിനെ നമുക്ക് പറത്താൻ പറ്റും, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ആണ് ഇത് പിന്നെ മാസീവ് പ്രൊഡക്ഷന് വേണ്ടി വിടുന്നത്. അപ്പൊ ഈ കിടക്കുന്ന ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ആദ്യത്തെ ടെസ്റ്റ് പ്ലെയിൻ ആണ്. അത് ടെസ്റ്റ് പറക്കലിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, പാസഞ്ചേഴ്സ് ഇല്ല. അടിപൊളി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റുകൾ കാണുമ്പോൾ ഈ ഒരു ലൈനിൽ കിടക്കണതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റുമാർ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വരുന്ന ഫ്ലൈറ്റുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിനാണോ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ഫ്ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എയർഫോഴ്സ് 1 ആയിരുന്നു. ഇത് കെന്നഡി ഉപയോഗിച്ചോണ്ടിരുന്നത്, ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് ആണ് ഈ കാണുന്നത്. അതും ഇതേപോലെ ശവപ്പുറമ്പിൽ കൂട്ടിയിട്ടിരിക്കല്ലേ. 1959 മുതൽ 1998 വരെ കേട്ടോ ഈ ഫ്ലൈറ്റിന്റെ. ഇത്രയും വർഷത്തെ ഓടിയിട്ടാ. അതടുത്ത രസം ഇതുണ്ടോ. അന്ന് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടോ ഫ്രീഡം 1 എന്നാണ്. ഇന്നാണ് എയർഫോഴ്സ് 1 എന്ന് പറയുന്നത്. ഫ്രീഡം 1 അല്ലേ. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ഫ്ലൈറ്റ് കണ്ടുകൊണ്ട് നമ്മൾ വേറൊരു ലോകത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ ടയർ വെച്ചിട്ടുള്ള പ്ലെയിനുകളാണ്. എന്നാൽ ഇവിടെ ഒരു സ്പെഷ്യൽ പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിന് അതാണ് പ്ലെയിൻ. ആ പ്ലെയിനിന് പിന്നെ ടയർ ഒന്നും വേണ്ട ലാൻഡ് ചെയ്യാനായിട്ട്. വേറൊരു രീതിയിലാണ്. അത് മഞ്ഞിൽ ലാൻഡ് ചെയ്യുന്ന അന്റാർട്ടിക്ക എക്സ്പെഡിഷന് ഉപയോഗിച്ച ഒരു പ്ലെയിൻ ആണ് ഈ കിടക്കുന്ന മുന്നിൽ കാണുന്നത്. അന്റാർട്ടിക് എക്സ്പെഡിഷൻ. ഇവിടെ കുറെ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ണാത്ത ദൂരത്തേക്കുണ്ട്. ഇനി നിങ്ങൾ വിളിക്കുന്ന സ്പെഷ്യൽ സംഭവം ആർട്ടിക് സെക്ടറിലും അന്റാർട്ടിക് സെക്ടറിലും എക്സ്പെഡിഷന് മുമ്പ് ഉപയോഗിക്കണം. 1955 മുതൽ 1975 വരെ ലോക്ക് ഹീഡ് ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട്. ലോക്ക് ഹീഡ് എന്നുണ്ട് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. നോക്കിയാ സിസ്റ്റം കണ്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ടോ. അതാ ഇത് മൊത്തത്തിൽ ഇങ്ങനെ മുകളിലോട്ട് അടയും, മുകളിലേക്ക് അടയും. ഇത് ലാൻഡിങ് സമയത്ത് ഇങ്ങനെ തുറക്കും. മഞ്ഞിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ചക്രം എപ്പോഴും ഉണ്ടാവും കേട്ടോ. ചക്രം പക്ഷേ വേറൊരു ഇതിലാണ്, വേറൊരു രീതിയിലാണ് എടുക്കുന്നത്. ഈ സൈഡിലായാലും നോക്കിയാ ഒരു വഞ്ചി പോലെ ഇതിനാദ്യം കുത്തുന്ന ഏരിയ കേട്ടോ. അതെ, എത്ര മഞ്ഞിൽ അടിച്ചിട്ടുണ്ടാവും അറിയാം. ഇതൊക്കെ ഹൈഡ്രോളിക് പവറിന്റെ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അത് അന്യം നിന്ന് പോയിണ്ടാവും. അതിന്റെ സിസ്റ്റം മൊത്തം പൊട്ടിക്കെടുക്കാന്ന് തോന്നുന്നുണ്ടോ. അപ്പം ഇതൊക്കെ ഈ മഞ്ഞിലും അല്ലെങ്കിൽ -40-50 ഡിഗ്രിയിലൊക്കെ
ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ഫ്ലൈറ്റുകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് കാർഗോ ഡോറാണ് ഈ ബാക്കിൽ കാണുന്നത്. ഈ ബാക്കിൽ കാണുന്നത് അല്ലേ? അതെ, ഇതിങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇതിനകത്തൂടെ കാർഗോ കയറ്റാനും ഇറക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. ഓ, ഇതിന്റെ സിസ്റ്റം ഭയങ്കരമായിട്ടോ. നോക്കിയേ, ഇങ്ങനെ ഒരു വഞ്ചി പോലെ സെറ്റ് ചെയ്തിരിക്കുക. ആദ്യം വന്ന് അടിക്കണത് ഈ ഒരു ഏരിയ കേട്ടോ. ഇവിടെ വഴിയരികില് ചെറിയ ഡ്രോൺ വെച്ചിട്ടുണ്ട്. ഇതെന്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യകാലത്ത് അമേരിക്ക ചാരപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രോണാണ് ഇത്. ഇതിന്റെ പേര് ഫയർ ബീ എന്നാണ്. റെക്കോണസൻസ് ഡ്രോൺ. ഫയർ ബീ. ഓ, 1975 ആ ഡ്രോണിന്റെ കൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കുക. ഇന്ന് അതിൽ നിന്നൊക്കെ പോയി എത്രയോ ചെറുതാണ് ഡ്രോൺ എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. നമ്മള് ഗപ്പി മീനൊക്കെ വരുന്ന കുറെ കേട്ടിട്ടുണ്ട്. ഗപ്പി, നമ്മൾ ഗപ്പി സിനിമേനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഗപ്പി ഫ്ലൈറ്റിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം കേൾക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി കാണാൻ പോണത് ഗപ്പി ഫ്ലൈറ്റാണ്. ഗപ്പി എന്ന് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ എന്തോ ഒരു വലിയ സംഭവമാണ്. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഇത് പണ്ട് കാലത്ത് ഈ എയർക്രാഫ്റ്റ് അല്ല റോക്കറ്റ് ഷിപ്പിന്റെ ഒക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയിനാണ്. ഇത് ബോയിങ് ഇപ്പോഴും അവരുടെ ചില എയർലൈൻസിന്റെ ചില വലിയ പാർട്ടുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്നും ഈ ഗപ്പി വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അതെ, റോക്കറ്റിന്റെ വലിയ എഞ്ചിനും പാർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. രണ്ട് പ്ലെയിനിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. രണ്ട് പ്ലെയിനിന്റെ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുന്നതാണ് തന്റെ ഈ ഫ്രണ്ട് സൈഡിലാണ്. അതെ, ഈ ഫ്രണ്ട് ഭാഗം മുകളിലോട്ട് ഓപ്പൺ ആവും. അതായത് വലിയ തിമിംഗലത്തിന്റെ വാ ഓപ്പൺ ചെയ്യുന്ന പോലെ മുകളിലോട്ട് ഓപ്പൺ ആവും. എന്നിട്ട് സാധനം ലോഡ് ചെയ്തിട്ട് തിരിച്ചത് അതുപോലെ അടഞ്ഞ് ആണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഫ്ലൈറ്റില്ലേ ഇതൊക്കെ? ഇത് 1965 മുതൽ 1995 വരെ ഉപയോഗിച്ചിട്ടുള്ള എയറോസ്പേസ് ലൈൻ എന്നാണ് ഇതിനെ പറയണത്. ഗപ്പി ഫ്ലൈറ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പിലുള്ള, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് കാണണം. നോക്കി നിങ്ങൾ, കല്ലക്കില്ലേ ചെമ്പ് സംഭവമായിട്ടത്. നൈസായിട്ട് എന്തായാലും ഗപ്പി ഫ്ലൈറ്റ് എന്തായാലും മുതലേ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഗപ്പി ഫ്ലൈറ്റ് കേട്ടോ. നോക്കിയേ, നമ്മൾ സാധാരണ വിമാനത്തിൻ്റെ മുൻപ് കൂർത്തിട്ടല്ല ഇരിക്കാറ്. ഇതിൻ്റെ ഉണ്ടോ, എനിക്ക് ചെറിയൊരു കൂർമ്പന്തല്ലോ കേട്ടോ. ഒരു തവള ഇരിക്കുന്ന പോലെ ഇരിക്കണ കേട്ടോ അവൻ. നോക്കിയേ, ഭയങ്കര സൈസ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ മുകളിലാണ്. ക്യാമറയിൽ കാണുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുന്ന തോന്നുന്നു കേട്ടോ. ഭയങ്കര സംഭവമുണ്ട്. അപ്പൊ ഇതിന് ഗപ്പി എന്ന് മാത്രമല്ല കേട്ടോ, ഇതിന് 3 വേറെ പേരുകളുണ്ട്. ഒന്ന് സൂപ്പർ ഗപ്പി. ഒന്ന് പ്രഗ്നന്റ് ഗപ്പി. പിന്നെ സ്മോൾ ഗപ്പി. ഇന്നും ബോയിങ് അവരുടെ എയർക്രാഫ്റ്റിന്റെ ഒക്കെ വലിയ ഫ്യൂസലാജ് അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ട് ചെയ്യാനും, പിന്നെ അതുപോലെ നാസ ചില റോക്കറ്റിന്റെ ഒക്കെ ബൂസ്റ്റർ പാർട്സ്, വലിയ പാർട്സുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്നും ഗപ്പി ഉപയോഗിക്കുന്നുണ്ട്. ഗപ്പി ഫ്ലൈറ്റ് ഇടാ ഒരു അത്യപൂർവ കാഴ്ച നമ്മൾ നേരിട്ട് തൊട്ടറിയണം ഗപ്പി ഫ്ലൈറ്റിനെ. ഓരോ ഫ്ലൈറ്റുകൾ ഓരോ കാലഘട്ടങ്ങളിൽ എന്താ പറയുക, യുദ്ധത്തിനും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും അതിനെ ഉപയോഗിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. അന്ന് കാലത്ത് 1940, 30, 20 കാലഘട്ടങ്ങളിലൊക്കെ എമ്മൊരു ടെക്നോളജി അഡ്വാൻസ് ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഇന്ന് കാലഘട്ടത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പീക്ക് സാധനങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഓരോ ഫ്ലൈറ്റുകൾ, എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ്, കോസ്റ്റ് ഗാർഡ്, അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ അകത്തുള്ളൊരു വെറൈറ്റി വേറൊരു സാധനം കാണിക്കാനാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. എൻ്റെ പുറയിലുള്ള ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പേരാണ് ഗ്ലോബ് മാസ്റ്റർ, അതായത് ഡഗ്ലസ്. ഡഗ്ലസിന്റെ ഗ്ലോബ് മാസ്റ്റർ ആണ്. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റിക്കോണസൻസ് പ്ലെയിൻ പോലെയായിരുന്നു. ഇതിന്റെ കാർഗോ ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടാണ്. ഇങ്ങനെ തുറക്കണമെന്നില്ല, ഇങ്ങനെ സൈഡിലോട്ട് തുറക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നാണ് നമ്മൾ 2 നില പ്ലെയിൻ ഒക്കെ കാണാൻ തുടങ്ങിയത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 3 നിലയാണ്. 3 നിലയുണ്ട്. അതേട്ടാ, ഇവിടെ ഒരു നില 1, 2, 3, 380 2 നില കണ്ടപ്പോ ബോധം പോയി. ഗ്ലോബ് മാസ്റ്റർ. ഓ, ഇത് ഏത് വർഷത്തിലാണ് ഇതിന്റെ ഗെയിം തുടങ്ങിയോ? ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ 1950 തൊട്ട് 1975 വരെ സർവീസിലുണ്ടായിരുന്നതാണ്. ഇന്ന് ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ ഗ്ലോബ് മാസ്റ്റേഴ്സ് ഉണ്ടല്ലേ? എന്താ നിങ്ങൾ ഫ്ലൈറ്റിനൊക്കെ പറ്റി പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലേ അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിൽ
എന്തിന് നിങ്ങൾക്ക് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട എന്ത് സംഭവത്തിൻ്റെയും ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി പഠിക്കാം, ഏത് ലെവലുള്ള സാധനം വേണമെങ്കിൽ പഠിക്കാം. ഇനി പുതിയതായിട്ട് പഠിക്കണം, ഏത് ലെവൽ വേണമെങ്കിൽ പഠിക്കാം. അമേരിക്ക അതിന് നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറൊരു മാജിക് കാണിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊരു ഹോസ്പിറ്റൽ മൂടുണ്ടല്ലോ. അതെ അതെ അതെ, ഇത് ബോയിങ്ങിന്റെ C97G എന്ന് പറയുന്ന സ്ട്രാറ്റോ ഫ്രൈറ്റർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റെഡ് ക്രോസ് ഇത് ഏറ്റെടുത്തിട്ട് ആഫ്രിക്കയിലെ ഫാമിൻ റിലീഫ് ഓപ്പറേഷൻസ്, ആഫ്രിക്കയിലെ പല റെഡ് ക്രോസ് ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പ്ലെയിനാണ്. 1945 തൊട്ട് 1978 വരെ, 45 മുതൽ രണ്ടാം ലോകമായത് അവസാനിക്കുന്ന കാലം കൊണ്ട് 78 വരെ സർവീസിലുണ്ടായിരുന്ന റെഡ് ക്രോസിന്റെ ഒരു പ്ലെയിനാണിത്. എന്തോരം ചരിത്രം ഉണ്ടാവും ഈ ട്രെയിൻ, നിങ്ങൾ ആലോചിക്കല്ലേ. ഫ്രണ്ട് ഭാഗം നോക്കിയാൽ ചെത്തി വെച്ച പോലെ കേട്ടോ. നമ്മളിവിടെ ഒരു വെറൈറ്റി സാധനം കാണാണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് നമ്മൾ കാണുമ്പം വിചാരിക്കും പ്ലെയിനിന്റെ മണ്ടയിൽ ഒരു കുട പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും അമേരിക്കയുടെ ഗ്രൂമ്മൻ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഗ്രൂമ്മൻ. അപ്പൊ ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തൂടെ 24 മണിക്കൂറും പറക്കുക. പറന്ന് ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് ഇതിന്റെ മെയിൻ പ്രധാന ജോലി. ബൈ എയറിലൂടെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ഏർലി വാർണിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് ഏർലി വാർണിംഗ് സിസ്റ്റം ഏർലി വാർണിംഗ് മുമ്പ് തന്നെ അമേരിക്കക്കെതിരെ ആരെങ്കിലും തൊടാൻ വരികയാണെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ മുകളിൽ കിടന്ന് പറക്കണ്ടാവട്ടോ. ഈ പറക്കണ സാധനം അമേരിക്കൻ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്ന കണ്ടെത്തണ ഫ്ലൈറ്റ് അല്ലേ. അതുപോലെ ഈ ഫ്ലൈറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഫ്ലൈറ്റ് കരയിലും ലാൻഡ് ചെയ്യും, എയർക്രാഫ്റ്റ് കാരിയറിലും ഇത് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ആണ്. ഓ ഭയങ്കര സംഭവമല്ലേ അമേരിക്ക. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ബോംബർ ഫ്ലൈറ്റ് കാണാണ്ട്. അമേരിക്കനെ പറ്റി നമ്മൾ പറയുമ്പോൾ ബോംബിങ്ങിനെ പറ്റി പറയാണ്ട് പറ്റില്ലല്ലോ. എന്താ ലൂക്കേട്ടാ? അതെ അതെ അതെ, രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണല്ലോ അമേരിക്ക കൊണ്ടുവന്ന് വെച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചത്. അപ്പോൾ ആ ന്യൂക്ലിയർ ബോംബ് പിന്നെ പൊട്ടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. ഒരു വിൻഡോ പോലൊരു ഇത് കാണാം. അവിടെയാണ് ബോംബഡിയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു വിൻഡോയാണ്. അപ്പൊ ആ വിൻഡോയിലാണ് ബോംബഡിയർ എന്ന് പറയും. ഈ ബോംബഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി ഒരു ബോംബ് ഒരു പ്ലെയിനിൽ നിന്നുകൊണ്ട് എപ്പോൾ വിക്ഷേപിക്കണം, അത് കറക്റ്റ് ടാർഗറ്റിൽ എപ്പം ലാൻഡ് ചെയ്യും, അത് കറക്റ്റ് ടാർഗറ്റിൽ ലാൻഡ് ചെയ്യുമോ എന്നുള്ളത് കണക്ക് കൂട്ടുക എന്നുള്ളതാണ് ആ ബോംബഡിയറിന്റെ ലക്ഷ്യം, പ്രധാന ജോലി. അതെ, ഈ ഒരു പ്ലെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് കണ്ടോ എല്ലാവരും? ഫ്രണ്ടിന്റെ പ്രത്യേകതയാണോ? അല്ലല്ല, ഫ്രണ്ടിന്റെ പ്രത്യേകതയല്ല. നമ്മൾ കണ്ടിട്ടുള്ള പ്ലെയിനുകളുടെ എല്ലാം പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞാൽ മുന്നിലോട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്ലെയിനിന്റെ പ്രൊപ്പല്ലർ പുറകിലോട്ടാണ് ഇരിക്കുന്നത്. അതായത് പുഷ് ചെയ്യുക, പ്ലെയിനിനെ പുഷ് ചെയ്ത് മുന്നോട്ട് അതെ, ഇതൊക്കെ പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ഇതൊന്നും അധികം മാസ് പ്രൊഡക്ഷനിൽ പോകാത്ത പ്ലെയിനുകളാണ്. ഇങ്ങോട്ട് സ്പീഡ് കൂട്ടാ അങ്ങനെ തള്ളാന്നല്ലേ? അതെ അതെ. ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിന്റെ ബാക്ക് സൈഡിൽ ഒരു പ്രൊപ്പല്ലർ, നമ്മൾ 3 പ്രൊപ്പല്ലർ 6 എഞ്ചിനുള്ള ഒരു ഫ്ലൈറ്റ് നമ്മൾ കാണുന്നത്. നോക്കിയാൽ ഓരോ പരീക്ഷണങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലൊക്കെ നടന്നതൊക്കെ എൻ്റെ വലിയൊരു തെളിവും വലിയൊരു സാക്ഷ്യം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണടാ. നോക്കി നിങ്ങൾ ഫ്ലൈറ്റിന്റെ പ്രൊപ്പല്ലർ ബാക്കിൽ US എയർഫോഴ്സ്. അപ്പൊ നമ്മൾ മുമ്പേ ഒരു ഏർലി മോർണിംഗ് സിസ്റ്റം ഉള്ള ഒരു പ്ലെയിനിനെ പറ്റി പറഞ്ഞു. ഏർലി മോർണിംഗ്. നമ്മൾ ഈ കാണുന്നതും ഒരു ഏർലി മോർണിംഗ് സിസ്റ്റം ഉള്ള ഒരു പ്ലെയിൻ ആണ്. മുകളിൽ ഒരു ഡോം ഉണ്ട്, ഇതിന്റെ താഴെ ഒരു ഡോം ഉണ്ട്. ഇത് രണ്ടും റഡാറാണ്. ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ അമേരിക്കയിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. നേരത്തെ ചെറുത് നമ്മൾ വലുത് കാണുന്നല്ലേ? അതെപ്പോഴും പറന്നുകൊണ്ടിരിക്കും ആകാശത്ത്? 24 മണിക്കൂറും പറന്നുകൊണ്ടിരിക്കും. അതെ, ആകാശത്ത് ആണ് ഇതിന്റെ ഫ്യൂലിംഗും ഒക്കെ നടക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വേറെ പ്ലെയിൻ ടാങ്കർ വന്നിട്ട് ഇതിനെ ഫ്യൂൽ ചെയ്തുകൊണ്ടിരിക്കും. US ആർമിയുടെ വേറൊരു ഫ്ലൈറ്റ് നോക്കിയാൽ എന്റെ പൊന്നോ, പാരഷൂട്ട് ടീം അല്ലേ? അതെ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയിൽ പാരഷൂട്ടിൽ ചാടാനായിട്ട് പഠിപ്പിക്കുന്നത് ഇതുപോലത്തെ പ്ലെയിനെ കൊണ്ടുപോയിട്ട് മോളിൽ നിന്ന് താഴോട്ട് തള്ളിയിടും. അതാണ് അപ്പുറത്തെ നിറച്ച് ഡോറുകൾ കാണാമല്ലോ നമുക്ക്. അതെ അതെ. അമേരിക്കനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാഖും കൂടി വേണ്ട. ഇറാഖിൽ എന്താ അമേരിക്ക ലൂക്ക?
അതെ അതെ അതെ. ഇറാഖിൽ ആദ്യത്തെ അമേരിക്കൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബിംഗ് ആയിരുന്നു. ബോംബിംഗ് ആണ്. ആദ്യം ബോംബിംഗ് ആണ് അവർ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ അമേരിക്കയിൽ നിന്ന് തന്നെ പ്ലെയിൻ പറന്ന് ഇറാഖിൽ ചെന്ന് ബോംബിട്ട് തിരിച്ച് അമേരിക്ക വരണം. പോയിട്ട് തിരിച്ചു വരണം. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു പ്ലെയിനാണ്. അപ്പൊ ഇത് 38 മണിക്കൂർ ഇത് ആകാശത്തൂടെ പറക്കുകയും 4 പ്രാവശ്യം ഇത് ആകാശത്ത് ഫ്യൂൽ ചെയ്യുകയും ചെയ്ത ഒരു ഫ്ലൈറ്റാണ് നമ്മൾ ഈ കാണുന്നത്. സ്ട്രാറ്റജിക് എയർ കമാൻഡ് എന്നാണ് ആ ഓപ്പറേഷൻസിന്റെ ഓപ്പറേഷൻ നടത്തുന്നത്. ആ കാണുന്നതാണ് ബോംബ്. 38 മണിക്കൂർ കണ്ടിന്യൂസ് പറന്ന് തിരിച്ചു വരണം അല്ലേ ഈ സാധനം? 38 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പറന്ന് തിരിച്ചു വരണം. അത് നിലം തൊടാനും പാടില്ല. ഇല്ല ഇല്ല. ആകാശത്ത് തന്നെ ഇത് ഫ്യൂവൽ ചെയ്ത് 4 പ്രാവശ്യം ഇത് ഫ്യൂവൽ ചെയ്തിട്ടാണ് ഈ എയർക്രാഫ്റ്റ് തിരിച്ചു വരുന്നത്. അഭ്യാസങ്ങൾ നമുക്ക് ബോംബെ നമ്മൾ ബോംബെ എന്ന് പറയല്ലേ ബോംബെ. ഇത് പക്ഷെ ഈ ടയർ അകത്തോട്ട് കയറുന്ന സ്ഥലമാണ്. അപ്പോ ഇതാണ് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ ബോംബെ എന്ന് പറയുന്നത്. ഇത് ഒരു ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഈ ഡോറ് തുറക്കുകയും ഒന്നിന് പുറകെ ഒന്നായിട്ട് ബോംബുകൾ താഴോട്ട് വീഴുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു ഏരിയ എന്നുണ്ട്. ഇനി നമുക്കിതിന്റെ ബോംബ് കാണണ്ടായോ? ആ ബോംബിന്റെ വലിപ്പം കാണണ്ടേ? വാ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ബോംബ്. ഈ ബോംബിന്റെ വലിപ്പം നോക്കിയേ. ഈ ബോംബിന്റെ വെയിറ്റ് എന്ത് മാത്രമായിരിക്കും? ഇതുപോലത്തെ 4.5 ടൺ ബോംബാണ് അന്ന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന് അമേരിക്ക 4.5 ടൺ ബോംബാണ് ഇതുപോലത്തെ അവിടെ എന്താ. ഈ ഫ്ലൈറ്റിന് നമ്മൾ വേറൊരു സാധനം കാണാണ്. ഇവിടെ ഒരു ചക്രം റൈറ്റ് സൈഡിൽ ഇങ്ങനെ പൊന്തിക്കണ. ഇതെനിക്ക് വേണത് ഈ വിങ് വന്ന് അടിയിൽ നിലത്തടിക്കാതിരിക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ബാഗ് ഇത്രയ്ക്ക് നീളമുള്ള വിങ് അല്ലേ. ഇതിങ്ങനെ കിടന്ന് പുഷ് ഔട്ട് അതുകൊണ്ടാ നേരെ വന്ന് ഇത്രയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. വന്നടിക്കുന്ന പ്രഷറിൽ വിങ് അങ്ങനെ ചെരിഞ്ഞു പോകണമെങ്കിൽ അതിനെ ലോഡ് ചെയ്യാനായിട്ടുള്ള സാധനമായിരിക്കും കേട്ടോ. അതെ അതെ. എന്തായാലും കലക്കി. കാരണം ഇതിന്റെ വിങ് സ്പാൻ എത്രയും വലുതാകുമ്പോൾ ചിലപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടിൽറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ചിറകിന്റെ അറ്റം പിന്നെ നിലത്ത് അടിക്കാതിരിക്കാനായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ വീൽ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് ഫ്ലൈറ്റുകൾ ചെറുതും വലുതുമായ എല്ലാ റേഞ്ചിലുള്ള ഫ്ലൈറ്റുകളും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നമുക്ക് അറിയണ പ്രത്യേകതയുള്ള ഫ്ലൈറ്റുകൾ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ചിലതൊക്കെ വലിയ പ്രാധാന്യമുള്ള ഫ്ലൈറ്റുകളൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അധികം എക്സ്പ്ലനേഷൻ നമുക്ക് എല്ലാത്തിനെ പറ്റി പറയാൻ പറ്റാത്തത്. നമ്മൾ അറിയാൻ പറ്റിയിട്ട് മാക്സിമം പറയണമെന്ന് പറയാം. അതെ 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 അതെ. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചീത്തയായിട്ട് രേഖപ്പെടുത്താതെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് വെറുതെ ഒന്നല്ലേട്ടാ. ചവപ്പറമ്പ് പോലെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കണ്. റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞ പോലെ കേട്ടാ. അപ്പൊ നമ്മൾ ഇത്രയും നാളും പറഞ്ഞത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള പ്ലെയിനുകളെ പറ്റിയാണ്. ഇനി നമുക്ക് റഷ്യൻ നിർമ്മിത പ്ലെയിൻ നമുക്കൊന്ന് കണ്ടാലോ. റഷ്യയിലാണ്ട് എന്ത് യുദ്ധം? അതെ, റഷ്യയിലെ എന്ത് യുദ്ധം. അപ്പൊ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഫ്ലൈറ്റുകൾ നമുക്ക് കാണാം. ഓരോ ഫ്ലൈറ്റിന്റെ ലൈറ്റാ എന്തോ സംഭവങ്ങൾ നോക്കിയിരിക്കും നിങ്ങള്. അപ്പോൾ ഞങ്ങൾ ഈ റഷ്യൻ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴാണ് വളരെ രസകരമായ വേറൊരു ഫ്ലൈറ്റ് കണ്ടു. അറബി ലിപിയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അറബിനായിരിക്കണം. അപ്പോൾ ഞങ്ങൾ അടുത്ത് നോക്കിയപ്പോൾ വേറൊരു രസകരമായ ഒരു സംഭവം കണ്ടതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഒരു പ്ലെയിനാണ്. ഷെങ്യാങ് എന്നാണ് ഇതിൻ്റെ പേര്. ഫാർമർ ഫൈറ്റർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 1963 തൊട്ട് ഇപ്പോൾ പ്രസന്റ് ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ചൈനീസിന്റെ. പക്ഷേ രസകരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാലറ്റത്ത് വെച്ചിരിക്കുന്ന ഫ്ലാഗ് ആണ്. ഇത് ഈജിപ്തിന്റെ ഫ്ലാഗ്. ഈജിപ്തിന്റെയാണ്. ഇറാൻ ഈജിപ്ത് ഇല്ലല്ല, ഈജിപ്തിന്റെ ഫ്ലാഗ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈജിപ്തിന്റെ ഫ്ലാഗ് തന്നെയാണ്. നിങ്ങൾക്ക് അടിയിൽ കമന്റ് ചെയ്തോളൂ. ചൈനീസ് നിർമ്മിതം 1963 ഉണ്ട്. അതെ അതെ. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നതാണ് ഫുൾ ഹെവി സാധനം നമുക്ക് കാണാൻ ഫുൾ ഫ്ലൈറ്റുകൾ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഇനിയും നമ്മൾ കാണുന്നത് നക്ഷത്രമാണ്. നക്ഷത്രം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് റഷ്യയുടെ വിമാനങ്ങളാണ്. റഷ്യയുടെ മിഗ് വിമാനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഈ സൈഡിലിരിക്കുന്നതൊക്കെ അങ്ങനത്തെ വിമാനം റഷ്യയിൽ തന്നെയാണ്. അതെ, ഈ കാണുന്ന 1, 2, 3 വിമാനങ്ങളും റഷ്യയുടെ മിഗ് വിമാനങ്ങളാണ്. ഇതിന്റെയൊക്കെ ഷാർപ്നെസ് നിങ്ങൾക്ക് നോക്കിയാ നമ്മുടെ ഒരു എന്താ പറയാ ആണിയില് വേണ്ട
അത്രയ്ക്ക് ഷാർപ്പാട്ടത് നോക്കിയാണ്. ഇതൊക്കെ സെൻസേഴ്സ് ആണ് കേട്ടോ. ഇത് വെതർ സെൻസേഴ്സ്. ഇത് പല രീതിയിലും ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്ന ഇതുണ്ട്. ഇതിനകത്തൊരു റഡാറും കാണും. എന്താല്ലേ ഫൈറ്റർ 1955-ലാ. ഇത് റഷ്യയുടെ ഉണ്ടായിരുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർസോണിക് ഫ്ലൈറ്റ് ആണ്. ഫാൽക്രം എ ഇന്റർസെപ്റ്റർ എന്ന് പറയും. ഇത് ഒരു മിഗ് ആണ്, മിഗ് 29. 1982 82 തൊട്ട് പ്രസന്റ് വരെ സർവീസിലുള്ള റഷ്യയുടെ സൂപ്പർസോണിക് ഫ്ലൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ ഫ്ലൈറ്റ്, വലിയ വലിയ ഫ്ലൈറ്റ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തില്ലാത്ത എല്ലാ ഹെലികോപ്റ്റേഴ്സും എന്ന് പറയില്ലേ, ഇങ്ങനെ നിരന്ന് കിടക്കുക. ഹെലികോപ്റ്ററിന്റെ ഒക്കെ ഒരു പർദീസ അല്ലേ ലൂക്ക? അതെ, ഹെലികോപ്റ്ററുകളുടെ പർദീസയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് അമേരിക്കൻ എയർഫോഴ്സിലുണ്ടായിരുന്ന സർവീസിലുണ്ടായിരുന്ന ഹെലികോപ്റ്ററുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ്. പല ഷേപ്പിലും പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. ഈ ഷേപ്പ് ഒന്നും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതാ കിടക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു ഭീകര രൂപമുള്ള ഒരു ഹെലികോപ്റ്റർ. ഇത് അമേരിക്കയുടെ ഒരു ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ റൈറ്റിലേക്ക് ഒന്ന് നോക്കി തിരിഞ്ഞു നോക്കിയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? നോക്കിയാ ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെലികോപ്റ്ററാണിത്. ലോകത്തിലെ ഏറ്റവും ഹെവി ആയിട്ട് ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെലികോപ്റ്റർ നമ്മൾ കാണുന്നത്. ഇതിന്റെ പേര് സിക്കോസ്കി എന്നാണ്. സിക്കോസ്കി. അതെ, 1967 തൊട്ട് ഇന്നും ഇത് സർവീസിലുള്ള ഏകദേശം 20,000 പൗണ്ട്സിലാ ലൂക്കട്ടാ? അതെ, 20,000 പൗണ്ട്സോളം ലിഫ്റ്റ് ചെയ്യാൻ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഹെലികോപ്റ്ററാണിത്. 1967 തൊട്ട് ഇന്നും ലോകത്തിന്റെ പല ഭാഗത്ത് ഹെവി സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കൂടുതലും റഷ്യയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ടിമ്പർ, അതായത് മരം കാടുകളിൽ നിന്നൊക്കെ വെട്ടിയിട്ട് അത് ലിഫ്റ്റ് ചെയ്യാനും, അതുപോലെ ബ്രിഡ്ജസ്, ഹെവി ബ്രിഡ്ജസിന്റെ ഒക്കെ സ്ലാബുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററാണ്. ഇതിന്റെ ഗ്ലാസും സംഭവങ്ങളൊക്കെ ഒരു പെയിന്റ് അടിച്ച് അതെന്തോ ഒരു മറ വെച്ചിരിക്കട്ടോ. നോക്കിയാ, എനിക്ക് തോന്നുന്നു അകത്ത് ഗ്ലാസ് കംപ്ലൈന്റ് ആവാതിരിക്കാനാണോ എന്താണെന്ന് അറിയില്ലടാ. ഒരു ഫുൾ എല്ലാ ഫ്ലൈറ്റിലും ഗ്ലാസ് ഒക്കെ ഇങ്ങനെ എന്തോ ഒരു സംഭവം വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കട്ടോ. ലിഫ്റ്റിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ആ എഞ്ചിന്റെ പവർ നിങ്ങൾ ആലോചിച്ച് നോക്കിയല്ലേ. അപ്പൊ നമ്മള് 20,000 പൗണ്ട്സ് പറഞ്ഞു. 20,000 പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 10 ടണ്ണാണ് കപ്പാസിറ്റി. 10 ടണ്ണ് വരെയുള്ള എന്തും നമ്മളൊരു ടണ്ണിന്റെ ലോഡ് ഇറക്കുന്ന ലോറികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു 10 ലോറിന് ഒരുമിച്ച് പൊക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഹെലികോപ്റ്റർ നമ്മൾ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങാവുന്ന അല്ലെങ്കിൽ വെയിറ്റ് പൊന്തിക്കാവുന്ന ഹെലികോപ്റ്റർ കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിന്റെ പറമ്പ് താണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടെ. വായ കുഴയാണ് നേരത്തെ രസം. ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ നമുക്ക് കാണാം. കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് കിടക്കട്ടെ ഫ്ലൈറ്റുകൾ. അപ്പോൾ ഇത് നടന്നു പോകാൻ നേരത്തെ ഇവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ സിമുലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരുന്ന് റെഡിയാക്കി വിട്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ ഫ്ലൈറ്റിൽ കയറി നമ്മൾ മതിച്ചിട്ടുള്ള കാരണം നമ്മളധികം ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പഴയ സിസ്റ്റമൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നിരിക്കട്ടോ. ഇവിടത്തെ ഏതാ അപ്പാച്ചി? അതേതാ സാധനം? ഓക്കെ, ഇത് അപ്പാച്ചിയുടെ അനിയനാ, കോബ്ര. പിന്നെ ഇവിടെ പോകുമ്പോൾ ഒരു വേറൊരു മാസ്മരിക സാധനത്തിനെ കണ്ടു. എന്നിട്ട് ഇത് അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിക്കാരുണ്ടാക്കി കൊടുത്ത ഒരു എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇത് പറക്കും, ചാരപ്രവൃത്തി ചെയ്യും. അത് കൂടാതെ ഈ ഒരു എയർക്രാഫ്റ്റിന് ഒരു കുട്ടി എയർക്രാഫ്റ്റ് കൂടെ ഉണ്ട്. കാണാം. ഇതിന്റെ കൂടിയുള്ളതാണോ? ഇതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇതും പറപ്പിക്കും. ഇതൊരു ഡ്രോൺ ആണ്. ഇതും ചാരപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോൺ ആണ്. അപ്പൊ ഇത് ഒന്ന് മദർഷിപ്പും ഇത് ഡ്രോണ്. ഇതിന്റെ എഞ്ചിനാണ് നമ്മൾ ആ ബാക്കിൽ കാണുന്നത്, ഇവിടെ കാണുന്നത്. സൂപ്പർസോണിക് എഞ്ചിനാണ്. മാക് 2 മാക് 3 വരെ കണ്ട് ഇത് എഞ്ചിനോട് വെച്ചിരിക്കുന്നല്ലേ, പുറത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ്. എഞ്ചിന്റെ കളി നോക്കിയാൽ
ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഓരോന്ന് ഇവിടെ ഈ കണ്ണാടി കൂട്ടിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്നിട്ടാ ഈ പ്ലെയിന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡീസലറേഷൻ പാരഷൂട്ട് എന്ന് പറയുന്ന ഒരു പാരഷൂട്ട് വേണം. ഇത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ബാക്ക് എൻഡിൽ കൂടെ പാരഷൂട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് ഈ പ്ലെയിൻ സ്പീഡ് കുറയ്ക്കുന്നത്. ഉപയോഗിക്കുന്നതാണ് ഈ പാരഷൂട്ട്. ടയർ, അതെ, അത് ലാൻഡിംഗ് ഗിയർ ടയർ. അതിന്റെ എല്ലാ 1922 18 കഥയൊക്കെ പറഞ്ഞാൽ അത് എത്തുള്ളൂ കേട്ടോ. എന്നാലും അവിടേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക്. ഇത് ഈ എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ക്യാമറയാണ്. അന്നത്തെ കാലത്തെ 8K ക്യാമറ എന്നൊക്കെ നമ്മൾ പറയും. ഇന്നത്തെ 8K ക്യാമറ, അന്നത്തെ കാലത്തെ 8K ക്യാമറ ഒക്കെ ഇങ്ങനെയായിരുന്നു. ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് ഈ കാണുന്നത്. ഇത് ഈ എയർക്രാഫ്റ്റിനകത്ത് സ്പൈ വർക്കിന് വേണ്ടി. അത് കൂടാതെ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു മാപ്പിംഗ് സിസ്റ്റമാണ്. ഈ എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടായിരുന്ന മാപ്പിംഗ് സിസ്റ്റം. അത് കറക്റ്റായിട്ട് സ്പൈ ചെയ്തിട്ട് ഏതൊക്കെ ടെറിട്ടറിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത് അത് കറക്റ്റായിട്ട് മാപ്പ് ചെയ്യുന്ന ഒരു പഴയ ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത്. പിന്നെ ഫ്ലൈറ്റുകളെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ പ്ലെയിനിനെ പറ്റിയിട്ട് പറയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ലടാ. നമ്മുടെ റൈറ്റ് സൈഡിലെ സീ പ്ലെയിൻ നമുക്ക് കാണാം. ഓ, ഇതെന്നിട്ടാ? അതും ഒരു സീ പ്ലെയിനാണ്. ഇത് റഷ്യനല്ലേ ഈ സാധനം? ഇത് അമേരിക്കയുടെയാണ്. സ്റ്റാർ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇത് സ്റ്റാർ നേവിയുടെയാണ്. ഇത് നമ്മൾ ഈ കാണുന്നത് സീ പ്ലെയിൻ ആണ്. ഇതും അമേരിക്കയുടെ നേവിയുടെ തന്നെയാണ് സീ പ്ലെയിന്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ഷേപ്പുകൾ നോക്കിയല്ലേ ഫ്ലൈറ്റിന്റെ. അതെ, എന്താ അല്ലേ, കാണാൻ പറ്റില്ല നമുക്ക് നേരിട്ടിട്ട്. നമുക്കൊരു വ്യത്യസ്തമായ ഷേപ്പുള്ള ഒരു പ്ലെയിൻ നമുക്ക് കാണാം. അതാണ് വ്യത്യസ്തമായ ഫ്ലൈറ്റിന്റെ ഷേപ്പ് ഒക്കെ തന്നെയാണ്. അതെ, പക്ഷെ ഇതുപോലത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാണാണോ? അതെ, ഇത് നമ്മുടെ റേസിംഗ് കാർ ഓടിക്കുന്ന പോലെ അല്ലേ? ഫെറാരിയിൽ ഉള്ളിരുന്നിട്ട് ഓടിക്കുന്ന പോലെ. രണ്ടുപേർക്ക് ഇതിന് നമ്മുടെ ഭാഗത്ത് ഒരാൾക്ക് പറ്റുള്ളൂ. ചെറിയ ആൾക്കാരാണെങ്കിൽ രണ്ടുപേർക്ക് യാത്ര ചെയ്യാം. ഇത് ഹോം ബിൽറ്റ് ഒരു എയർക്രാഫ്റ്റ് ആണ്. ഇത് 1969 ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ഒരു ഇതാണ്. പിന്നെ അത് തന്നെ ഇതിന് എയർ സ്കിമ്മർ എന്നും പറയും ഈ എയർക്രാഫ്റ്റിന്. എയർ സ്കിമ്മർ. അപ്പോൾ സ്മോൾ ആംഫിബിയൻ എയർക്രാഫ്റ്റ്, സിവിലിയൻസിന് വേണ്ടിയുള്ള സ്മോൾ ആംഫിബിയൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കൂടെയും കരയിലും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റാണ് ആംഫിബിയൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതെ, ഇത് സിവിലിയൻസിന് വേണ്ടി ഇതുപോലത്തെ സ്മോൾ എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ പണിയെടുപ്പിച്ച ഒരു പ്ലെയിനാണ്. പിന്നെ ഫ്ലോട്ടിംഗ് ടെക്നോളജി ഉണ്ടല്ലോ. അതെ, ഇത് എയർക്രാഫ്റ്റിന്റെ അടിഭാഗത്ത് നമ്മൾ നോക്കുമ്പം ഈ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് ഡിവൈസ്. ഇത് കംപ്ലീറ്റ് സീൽ ചെയ്തിട്ട് ഇതിനകത്ത് എയർ നിറച്ചിട്ടാണ് ഫ്ലോട്ടേഷൻ. ഇത് ഫ്ലൈറ്റിന്റെ ബാക്ക് സൈഡ് ഇതിൽ നിന്ന് നമ്മുടെ ഫുൾ ബോഡി സെറ്റ് ചെയ്യണത്. അതെ, അതിന്റെ മുകളിലോട്ട് വെള്ളത്തിലും കരയിലും വെള്ളത്തിലും ഒരുമിച്ച് ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ടുള്ള സൗകര്യമുള്ള സീ ഫ്ലൈറ്റുകളിലൊക്കെ കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാഴ്ചകളുടെ ഒരു പൊൻവസം തന്നെയായിരുന്നു ഫ്ലൈറ്റുകളുടെ ഒരു മായാലോകം. അതും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത പോലെ ഫ്ലൈറ്റുകളുടെ ഒരു മായാജാലകം. പണ്ട് കാലത്തെ എല്ലാ വെറൈറ്റി സാധനങ്ങളും നമ്മൾ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനിയും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇതേപോലെ പുതിയ പുതിയ സംഭവങ്ങൾ നമ്മൾ തേടി പോവും. എന്തായാലും നമുക്ക് നാളെ ദിവസം നമ്മുടെ കപ്പിത്താനെ തിരിച്ചിട്ടും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് ലാസ് വേഗാസിലേക്കുള്ള യാത്ര തുടങ്ങും. അല്ലെങ്കിൽ അമേരിക്ക യാത്രയിൽ നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ എത്തിക്കുന്നുണ്ടെങ്കിൽ ലൂക്കാരൻ്റെ പ്രത്യേകം നന്ദി. താങ്ക് യു. നമ്മൾ പറയാൻ പാടില്ല, എന്നാലും ഒന്നുകൂടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്ലൈറ്റിൻ്റെ എപ്പിസോഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റുകളെ ശവക്കുടീരം കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ പവർ വരട്ടെ. അല്ല